നമ്മുടെ നുസൂറിന്, ഏത് നുസൂറിന്, യൂത്ത് കോൺഗ്രസ്സുകാരനായ നുസൂറിന് ഒരുപാട് ഗണഗീതം ഇഷ്ടപ്പെട്ടു. നുസൂർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സമ്മാനം, ഗിഫ്റ്റ് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ നുസൂർ ഈ ഗണഗീതം പാടിയതിൽ കേരളത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടായപ്പോൾ ആ പ്രതിഷേധക്കാരെ തണുപ്പിക്കുന്ന നല്ലൊരു സമ്മാനമായി മാറി നുസൂർ. അതുകൊണ്ട് നുസൂറിന് അതൊരു മനോഹരമായ ഗീതിയായി തോന്നിയ സ്ഥിതിക്ക് നുസൂറിനെ നമ്മുടെ അബ്ദുസലാം മൗലാനയുടെ കൂടെ ഭവന സന്ദർശനങ്ങൾക്കായി അയക്കേണ്ടതും, എന്നിട്ട് അവിടെ ചെന്ന് നുസൂറിൻ്റെ ഒരു ഗണഗീതം എല്ലാ മുസ്ലിം വീടുകളിലും വളരെ ഈണത്തിൽ പാടി, നുസൂറിന് പാടാൻ അറിയാമെന്നാണ് പറഞ്ഞത്, പാടി മുസ്ലിങ്ങൾക്കെല്ലാം ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. നുസൂർ യഥാർത്ഥത്തിൽ എന്നെങ്കിലും ഈ ഭൂമിയിൽ നിന്നും അറിയുമ്പോൾ ആദരാഞ്ജലികൾ മാത്രം ലഭിക്കേണ്ടിയിരുന്ന ഒരു നുസൂർ ഇന്നലെ രാവിലെ മുതൽ എല്ലായിടവും കുസൂറായി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. നുസൂറിൻ്റെ പോസ്റ്റ് ഇതാണ്: എന്ത് മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. അതൊരിക്കലും ഒരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നു. ഇന്നും അത് തുടർന്നു വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഗാനം RSSന് തീരെഴുതുന്നത്? അവർ പാടുന്ന ഗാനങ്ങളെല്ലാം അവരുടേതാണെന്ന ചിന്താഗതി എല്ലാവരും മാറ്റിയേ പറ്റൂ. ഗാനം ആലപിച്ച കൂട്ടുകാർക്ക് ആശംസകൾ നേരുന്നു. നുസൂറിൻ്റെ ആശംസയാണ്. നുസൂറിന് പാടാം, രാത്രി പാടാം. നുസൂറിൻ്റെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ കല്യാണത്തിന് ഇപ്പോൾ വാപ്പാമാരൊക്കെ പാടുന്നുണ്ട്. നുസൂറിന് പാടാം, നുസൂറിൻ്റെ ഫാമിലിക്ക് ഡാൻസ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഇതിന് ഒക്കെ വിരുദ്ധമായി സർക്കാർ ഒരു ദേശീയ ഗാനം പൊതുവേദികളിൽ ചെല്ലേണ്ടത്, ചില ചടങ്ങുകളിൽ ആലപിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നുസൂറും ഈ പാടിയ പള്ളിക്കൂടത്തിലെ ടുൻഡു സാറും പറയുന്നത് പോലെ കുട്ടികൾ വളരെ ആകസ്മികമായി അവിടെ ചെന്നു ഈ പാട്ട് പാടിയപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും അതെടുത്ത് പോസ്റ്റ് ചെയ്തു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ഉസൂർ ചോദിക്കുന്നത്. ഉസൂറിനെ പോലെയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിയാരെ കാണാൻ ചെല്ലുമ്പോൾ മുണ്ടും ഉടുപ്പും തലപ്പാവും ഒക്കെ കെട്ടിച്ചെല്ലും. RSSകാരെ കാണാൻ ചെല്ലുമ്പോൾ അവർ വരുന്നത് കണ്ട് ഗേറ്റിൽ കൂടി ഇങ്ങനെ വാതിലിലൂടെ നോക്കിയിട്ട് അവർ വരുമ്പം വീട്ടിനകത്ത് പോയി നിക്കറിട്ടുകൊണ്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരെ ഓരോരുത്തരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇന്ത്യൻ റെയിൽവേ പങ്കുവെക്കുന്ന പാട്ട്, ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്ന പാട്ട്, അല്ലെങ്കിൽ ഈ പാട്ടിനൊക്കെ ഇപ്പോൾ വരുന്ന പ്രാധാന്യം അത് ആകസ്മികമായി പാടുന്നതാണെന്ന് നമ്മുടെ ടുൻഡു സാറുണ്ടല്ലോ, അവിടുത്തെ സരസ്വതി വിദ്യാലയത്തിലെ ടുൻഡു സാറ് പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കാത്തവരും വളരെ മാസം തികയാതെ പ്രസവിച്ചവരുമൊക്കെ ആകണം. ഇപ്പോൾ ഈ പാടുന്നതിൻ്റെ സൂക്കേടും പാടുന്നത് എന്തിനാണെന്നും പാടിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇനി അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉസൂർ ഇപ്പോൾ മാത്രമാണോ ഇത് വിവാദമായിട്ടുള്ളത്? ഏതോ ഒരു ട്രാൻസ്പോർട്ടിലെ ബസ്സിലെ ഡ്രൈവർ ദീക്ഷ വളർത്തി തൊപ്പിയിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കി, ഭയങ്കര കത്തിപ്പടർത്തി, എന്താ പറയുന്നത്, എല്ലാ ഭാവങ്ങളും മാനങ്ങളും ഒക്കെ നൽകിയ നാടാണ് ഈ നാട്. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന്, വസ്ത്രം ധരിക്കുന്നതിന്, ആരെങ്കിലും തലമറയ്ക്കുന്നതിന്, എല്ലാത്തിനും ഈ പറഞ്ഞ ഇപ്പോൾ ദേശീയതയും അല്ലെങ്കിൽ അല്ലാത്ത പാട്ടും. ഇന്നലെ നമ്മുടെ സുരേഷ് ഗോപി അണ്ണനൊക്കെ പറയുന്നു അതിൽ വർഗീയതയുണ്ടോ, അതിലെന്തുണ്ട്? അങ്ങനെ വർഗീയതയില്ലാത്ത എല്ലാ പാട്ടും പാടാവോ? അങ്ങനെയാണെങ്കിൽ ഉസൂർ അടുത്ത പ്രാവശ്യം കുറച്ച് മദ്രസ വിദ്യാർത്ഥികളുമായിട്ട് ഈ ബസ്സിൽ കയറി മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൽ മുറാദുകളറിയുന്നോനേ, നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ, നീറും വ്യഥയെണ്ണിക്കരഞ്ഞിടുന്നേ, മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൽ മുറാദുകളറിയുന്നോനേ. ഇങ്ങനെ പാടിയ റെയിൽവേ പോസ്റ്റ് ചെയ്യുമോ? ഇതിലൊരു തെറ്റുമില്ല. എന്താണ്? മരണത്തിനും ജീവിതത്തിനും ഒക്കെ ഉടമയായ തമ്പുരാനെ, മനസ്സിലെ ആഗ്രഹങ്ങൾ അറിയുന്നവനായ തമ്പുരാനെ, നിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും സാഷ്ടാംഗം വണങ്ങി മനസ്സിൽ നീറുന്ന വ്യഥകൾ എണ്ണി കരഞ്ഞിടുന്നേ. ഇതിലെന്താ തെറ്റ്? ഇതിലൊരു തെറ്റുമില്ല. ഇതിൽ യാതൊരു തെറ്റുമില്ല ഈ പാട്ടിൽ. പക്ഷേ ഉസൂറിന് ഈ പാട്ട് പാടാനൊക്കെ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഗണഗീതികളിലൂടെ വരുമ്പോൾ ഈ ഗണഗീതിയും അല്ലാത്ത ഗീതിയും ഒരുപാട് ഗീതികൾ കേട്ടാണ് നമ്മൾ ദേശീയ ഗാനം ഏതാണ് എന്ന് തീരുമാനിച്ചത്.
ഇതിനകത്തെ വരികളുടെ അർത്ഥം ഭയങ്കര നാനാത്വത്തിൽ ഏകത്വമാണ് എന്നാണ് വരുന്നത്. രാജ്യത്തെ ഒരു ആരാധനാ വസ്തുവായി കണ്ട് രാജ്യം ആരാധിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ വരുമ്പോൾ അതിലൊരുപാട് സംഗതികളുള്ളതുകൊണ്ടാണ് ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ട, ഇരുന്നാൽ മതിയെന്ന് സവിശേഷമായ വിശ്വാസമുള്ള ആളുകൾക്ക് പ്രത്യേക അനുമതിയാണ് കോടതി നൽകിയത്. അപ്പോഴും ദേശീയ ഗാനത്തിന് മൊത്തം നൽകിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ പോലും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ള സ്ഥലത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇത് പാടുമ്പോൾ ഉസൂറിന് മാത്രമേ ഇതിലൊന്നും ഇല്ലെന്ന് തോന്നുള്ളൂ. എൻ്റെ ഉസൂറെ ഏതായാലും ഉസൂർ അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് നമ്മുടെ നൗഷാദ് അലിയോട് ചാനലുകാർ ചോദിച്ചപ്പോൾ നല്ലൊരു മറുപടി പറഞ്ഞു. ഇത് ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാവുകയും അതിന്റെ പേരിൽ കോൺഗ്രസും CPM-ഉം നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് NS നസൂർ ഈ പോസ്റ്റ് ഇടുന്നത്. ആ വരികൾ അങ്ങും കേട്ടതായിരിക്കുമല്ലോ. ഈ എത്ര മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. ഒരിക്കലും ഒരു വിവാദ ഗാനമല്ല, ഒരിക്കലും ഇതൊരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിട്ടുണ്ട്. ഇന്നും അത് തുടർന്ന് വരുന്നുമുണ്ട്. അപ്പോ അത് കെ സുരേന്ദ്രൻ പങ്കുവെക്കുകയുമാണ്. അത് മറ്റു കോൺഗ്രസുകാരല്ല പങ്കുവെക്കുന്നത്, അത് കെ സുരേന്ദ്രൻ പങ്കുവെക്കുകയാണ്. മനോഹരമായ പോസ്റ്റ് ആയതുകൊണ്ടാണോ പങ്കുവെക്കുന്നത്? അല്ല, അവരുടെ രാഷ്ട്രീയം ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ടാണ് അത് പങ്കുവെക്കപ്പെട്ടത്. ഇപ്പൊ കോൺഗ്രസ് തന്നെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്, അതാ നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. മാധു, ഞാൻ മാധുവിനോടൊരു ഉപമയാണ്, ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ പിന്നെ എക്കാലത്തെയും പ്രതാപിയായിരുന്ന ഒരു നേതാവായിരുന്നു പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ തറവാട് ഭാഗം വെക്കുമ്പോൾ ഈ കിണ്ടിയും കൊളാമ്പിയും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാട് KC വേണുഗോപാലും VD സതീശനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ വല്ല വിവരക്കേടും പറഞ്ഞതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മറുപടി പറയാൻ താല്പര്യമില്ല. ആധികാരികമായി കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവസാനിച്ചു. പിന്നെ വല്ലവരും വല്ലതും പറഞ്ഞാൽ അവർക്ക് അവരുടെ വഴി പോകാമെന്നല്ലാതെ അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ്. അപ്പോൾ നുസൂർ കിണ്ടിക്ക് അല്ലെങ്കിൽ നുസൂർ കോളാമ്പിക്ക് പിരിയ. ജയ് ഹിന്ദ്.